ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഷെയർ മാർക്കറ്റ് എൻട്രി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പിന്നെ ഒരു നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷനാണ് വേണ്ടത്. ഇന്ന് ഞാൻ അതുകൊണ്ട് 5 പോയിൻ്റാണ് പറയാനുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്. രണ്ടാമത്തത് ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യും, ഈ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യും. മൂന്നാമത്തത് എന്തൊക്കെയൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വേണ്ടത്. പിന്നെ ഒരു പുതിയതായിട്ട് ഒരാൾക്ക് വരുമ്പോൾ ഒരു അറിവും കാണില്ലല്ലോ അതിൽ. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ടിപ്പ്, ഞാൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. അഞ്ചാമത്തെ ലാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുക്സ് ഉണ്ട്. ആ ബുക്സ് ഏതൊക്കെയൊക്കെയാണെന്ന് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി അടുത്തത് പറയാം, എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്, അതെന്തോന്നാണെന്ന് നമുക്ക് പറയാം. പണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു ഷെയർ വാങ്ങിക്കുവാണെങ്കിൽ ആ കമ്പനീൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ അതായിരുന്നു പണ്ടത്തെ ഒരു സിസ്റ്റം. എന്ന് വെച്ചാൽ പേപ്പർ ഫോമാറ്റ്. ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ച് ഓൺലൈൻ ആയത് കാരണം ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിലാണ് അതെല്ലാം വരുന്നത്. എന്ന് വെച്ചാൽ ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് അതെല്ലാം കാണുന്നത്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ആ സേവിങ്സ് അക്കൗണ്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട്, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബാങ്കിൽ എന്ന് വെച്ചാൽ 3 അക്കൗണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ബാങ്കിൽ പോവുകയാണെങ്കിൽ ബ്രോക്കറേജ് ചാർജസ് ഇത്തിരി എക്സ്ട്രാ ആയിരിക്കും. അതിനെപ്പറ്റി ഞാൻ ഇനി അടുത്ത പറയാം. ഫസ്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് പൈസ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഒരു കമ്പനീൻ്റെ ഷെയർ വാങ്ങിക്കണം. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഓരോ കമ്പനീൻ്റെ ഷെയർ വാങ്ങിക്കുമ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യും. ആ എൻട്രി ചെയ്യുന്ന ഫുള്ള് ഡീറ്റെയിൽസ് ഡിമാറ്റ് അക്കൗണ്ടിൽ കാണിക്കും. ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉള്ള നമുക്ക് ഇപ്പോൾ അഥവാ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടില്ല. അത് ഡിമാറ്റ് അക്കൗണ്ടിലോട്ടായിരിക്കും വരുന്നത്. ആ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ ബാലൻസ് ഡെപ്പോസിറ്റ് നമുക്ക് വേണമെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ടാണ്. ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ഓൺലൈൻ ആയത് കാരണം നമുക്ക് ഏത് സ്ഥലത്തിരുന്ന് വേണോ നമുക്ക് ഈ ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്ന് വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത് എല്ലാം ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിനാൻഷ്യൽ ബ്രോക്കർ വെക്കും. അവിടെ ചെന്ന് പറയുമ്പോൾ അവർ ഈ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്താണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല, ഫുൾ ഓൺലൈൻ ആയത് കാരണം നമുക്ക് എവിടെ ഇരുന്ന് വേണോ നമുക്ക് ട്രേഡിങ് നടത്താൻ പറ്റുന്നതാണ് ഇപ്പോഴത്തേത്. അപ്പോൾ എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് ഞാൻ ഇനി അടുത്ത് പറഞ്ഞുതരാൻ പോണത്. നമ്മുടെ ഇപ്പോൾ സേവിങ്സ് ബാങ്ക് ഇരിക്കുന്ന അക്കൗണ്ടിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ബാങ്കുകൾ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. SBT, HDFC, ICI, കൊടാക് ബാങ്കുകൾ ഇതുപോലത്തെ ഒരുപാട് ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ അവർക്കൊരു മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ 3-in-1 അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയും. അതെന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ഈ 3 കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ ഡിമെറിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് ബ്രോക്കറേജ് ചാർജ് ഇത്തിരി ഹൈ ആയിരിക്കും. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറയുന്നത് കുറച്ച് അത് ഞാൻ അടുത്ത പറഞ്ഞുതരാം. അവർക്ക് അതിനേക്കാളും ഇത്തിരി ഹൈ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി വേണം നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാങ്ക് വഴി ഓപ്പൺ ചെയ്യുക, ഇല്ലെങ്കിൽ ബ്രോക്കർ ഫേം വഴി ഓപ്പൺ ചെയ്യാം. ബ്രോക്കർ ഫേമിന് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആൻഡ് രണ്ടാമത്തെ ഡിസ്കൗണ്ട് ബ്രോക്കർ. അതെന്ന് വെച്ചാൽ ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോക്കർ ഫേം വഴി പോകണം. ബാങ്കിനെക്കാളും കുറച്ചും കൂടെ ബ്രോക്കറേജ് ചാർജസ് കുറവായിരിക്കും. അതുകൊണ്ട് അവർ എടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്നവർ എന്ന് വെച്ചാൽ അവർ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തത് കാരണം ഒരുപാട് കുറച്ച് ലോസസ് ഒക്കെ ഉണ്ടാക്കാൻ ഇതുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് വലിയ ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ ബ്രോക്കറേജ് ചാർജസ് കുറവായതുകൊണ്ട് ഈ ഫുൾ ബ്രോക്കേഴ്സും ടിപ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഏത് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണം, ഏത് കമ്പനിയിൽ നിന്ന് സെല്ല് ചെയ്യണം, അതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. മെയിൻലി നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് ജിയോജിത്താണ്. ഞാൻ ഒരു കമ്പനിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ജിയോജിത്താണ്. കുഴപ്പമില്ലാത്തൊരു ആപ്പും ഫെസിലിറ്റിയും ഇതൊക്കെ ഉണ്ട്. സെൽഫി എന്ന് പറയുന്ന മൊബൈൽ ആപ്പുകളുണ്ട്. ബാക്കി എല്ലാ കമ്പനീസിനും അതുണ്ട്. ഇതേപോലെ വേറൊന്നാണ് ഏഞ്ചൽ ബ്രോക്കിംഗ്, ഷെയർഖാൻ, മോട്ടിലാൽ ഓസ്വാൾ, 5paisa.com ഇതുപോലത്തെ നല്ല കുറച്ച് ഇതുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടുന്ന് റെഫർ ചെയ്ത് നിങ്ങൾ ഓരോന്നൊക്കെ നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബ്രോക്കറേജ് ചാർജസ് എല്ലാം നോക്കേണ്ടതാണ്. എന്നാൽ അതേപോലെയാണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. അവരാണെങ്കിൽ ഇതുപോലത്തെ ടിപ്സുകളൊന്നും പറഞ്ഞു തരില്ല.
നമുക്ക് ഇന്ന് ഏത് വാങ്ങിക്കണം, ഏത് സെല്ല് ചെയ്യണം, നമുക്ക് വിളിച്ച് പറഞ്ഞാൽ ഉടനെ അവർ സെല്ല് ചെയ്തൊന്നും തരില്ല. മറ്റേ ഫുൾ സർവീസ് ബ്രോക്കറാണെങ്കിൽ നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, നമുക്കിന്ന് ഒരു HDFC, ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ HDFC നമുക്കൊരു 100 ക്വാണ്ടിറ്റി ഈ റേറ്റിന് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് 4-5 എണ്ണമാണ് ഉള്ളത്. 4-5 ഒരു 2-3 ഉണ്ട് മെയിനായിട്ടുള്ളത്. ഒന്ന് സെറോഡ, അപ്സ്റ്റോക്സ്, സാംകോ എന്ന് പറയുന്ന മെയിൻലി കുറച്ച് ഹൈ എൻഡ് സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ കുറച്ച് പോപ്പുലർ ബ്രാൻഡഡ് ആയിട്ടുള്ള അതാണ് എല്ലാവരും എടുക്കുന്നത്. നിങ്ങളിതും നെറ്റിൽ പോയി എല്ലാം ഒന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ്, നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആവുന്നത് അത് നോക്കി നിങ്ങൾ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ആരുടെയും ഞാൻ ഒരു റെക്കമെൻഡേഷനിൽ പറഞ്ഞു തരുന്നതല്ലായിരിക്കും. ഇനി അടുത്ത മെയിൻ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് പാൻ കാർഡ്. പാൻ കാർഡ് ഇല്ലാതെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയിനായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ലിങ്ക് ചെയ്യുന്ന പാൻ കാർഡ് വഴിയാണ്. അതുകൊണ്ട് അത് കമ്പൽസറിയാണ്. രണ്ടാമത് നിങ്ങളുടെ ഒരു ID പ്രൂഫ്, എന്ന് വെച്ചാൽ നിങ്ങളാണെന്ന് തെളിയിക്കുന്നുള്ള ഒരു ID പ്രൂഫ്. മൂന്നാമത്തെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ് പ്രൂഫ്, ഏതെങ്കിലും ഒരു രണ്ടാമത്തെ ഒരു ആധാർ കാർഡോ ഏതെങ്കിലും ഒരു നിങ്ങളൊരു ഇത്. പിന്നെ നാലാമത് വേണ്ട ഒരു ബ്ലാങ്ക് ചെക്ക്. ക്യാൻസൽഡ് ചെക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഇതുമായിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് ഇത്രയും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബ്രോക്കർ ഫേമിലോ പോയാലും അല്ലെങ്കിൽ അവരെ നെറ്റ് വഴി കോൺടാക്റ്റ് ചെയ്താലും എന്ന് വെച്ചാൽ അവർ വീട്ടിൽ വന്ന് ചെയ്യുന്നതായിരിക്കും. ഇതിനു വേണ്ടി ചെറിയ ആനുവൽ ഫീയും സംഭവങ്ങളൊക്കെ ഉള്ളതായിരിക്കും. ഞാൻ 4-5 ടിപ്സ് പറഞ്ഞുതരാം. മെയിൻലി നമ്മുടെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു കമ്പനി, നമ്മളിപ്പോൾ ലോക്കലായിട്ട് അറിയാവുന്ന V-Guard കമ്പനി, എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി നല്ലതാണ്, വളരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കമ്പനിയെ ഇപ്പം ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കമ്പനീൻ്റെ ഒരു കാര്യം ഒന്നും നോക്കാതെ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് തന്നെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം കമ്പനിയെ പറ്റി സ്റ്റഡി ചെയ്യുക, അവരെന്താണ് ഉണ്ടാക്കുന്നതെന്ന്, എന്തൊക്കെയാണ് അവരുടെ അടുത്ത ഇതെന്ന് നോക്കുക. എന്ന് വെച്ചാൽ അടുത്ത പ്രൊഡക്ട്സ് അവർ ഇത് ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ വാങ്ങിക്കുള്ളൂ. പിന്നെ നിങ്ങൾ എപ്പോൾ ബൈ ചെയ്യണമെന്ന് നിങ്ങൾ കറക്റ്റ് ടൈം, എന്ന് വെച്ചാൽ ആരും ചെന്ന് ഹൈ എന്ന് വെച്ചാൽ പ്രൈസ് ഹൈ ആയിരിക്കുമ്പോൾ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലോസ് തന്നെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് താഴും. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും രണ്ടാമത് നോക്കണ്ടേ. പിന്നെ നിങ്ങൾ എപ്പോൾ വിൽക്കണമെന്ന് നിങ്ങൾക്കൊരു തീരുമാനം വേണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ താഴെ പ്രൈസിൽ വാങ്ങിച്ചിട്ട് അത് വിൽക്കാതെ ഇരിക്കണമെന്ന് പറഞ്ഞ്, എന്ന് വെച്ചാൽ കുറച്ച് നാൾ അത് വെച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നെയും കൂടുമെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അല്ല, കറക്റ്റ് ടൈമിൽ എപ്പോൾ വാങ്ങിക്കണം എപ്പോൾ വിൽക്കണം എന്നുള്ള ഇതുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ബുക്സുകളൊക്കെ ഉണ്ട്. 4-5 ബുക്സുകളൊക്കെ, 4-5 അല്ല, ഒരുപാട് ബുക്സുകൾ ഇറങ്ങിയിട്ട് അതൊക്കെ നിങ്ങൾ വാങ്ങിച്ച് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. പിന്നെ അല്ലാതെ നിങ്ങൾ പുതിയതായിട്ട് വരുന്നവർക്ക് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് ഒരു ആപ്പുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ, സ്റ്റോക്ക് ട്രെയിനർ എന്നാണ്. നമ്മൾ 5 ലക്ഷം രൂപ വരെ അതിൻ്റെ അകത്ത് ഇത് ചെയ്യാൻ പറ്റുക. അതിൽ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് 2-3 ദിവസം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള ഇത് റെഫർ ചെയ്തിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് വെറുതെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെറുതെ ലോസൊക്കെ ഉണ്ടാക്കിയുള്ള നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊക്കെ വെറുതെ കളയുന്നത് എന്തിനാണ്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുപോലത്തെ ഇതൊക്കെ നിങ്ങൾ നോക്കുക, എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ആദ്യം ഒരു ബിഗിനർ ആയിരിക്കും, പിന്നെ ആയിരിക്കും അത് പഠിച്ച് വരുന്നത്. അവിടെ നിങ്ങളെപ്പോഴും ഒരിക്കലും ലോസ് ബുക്ക് ചെയ്യാതിരിക്കുക. ലോസ് ബുക്ക് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ പൈസ കളയാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അത് വെറുതെ കൊണ്ട് കളയുന്നത് അത്ര വലിയ സുഖമുള്ള ഏർപ്പാടല്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഓക്കെ, എന്നാൽ ഞാൻ അതിന് ഏതൊക്കെ ബുക്കാണ് റെഫർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ബുക്സ് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബിഗിനേഴ്സിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു. അത് ഈ വീഡിയോൻ്റെ താഴെ തന്നെ ഞാൻ ഇട്ടേക്കാം, അതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്ക്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് റെഫർ ചെയ്ത് ഈ വീഡിയോ എല്ലാം കൂടെ ഇത് ചെയ്ത് നോക്കുക. ഇതിന് മുമ്പിലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കേണ്ടതാണ്. പിന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ എന്തായാലും ഇനിയോട്ട് എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ച് ഇടാമെന്ന് വിചാരിക്കുന്നു. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ വെച്ച് ഇടുന്നതായിരിക്കും. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു അറിവ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്.